ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ മഷ്റൂം കിട്ടിയ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ തോരൻ. സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. ആദ്യം മഷ്റൂം മീതിയുള്ള തൊലികൾ കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ ഒരു സബോള അരിഞ്ഞതും ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാൽ മാത്രമേ ആ തനിമ കിട്ടുകയുള്ളൂ. എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം സബോള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നല്ലൊരു ഫ്ലേവറിന് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അരിഞ്ഞു വെച്ച മഷ്റൂം ഇതിലേക്ക് ചേർക്കാം. കൂൺ ഇട്ട ഉടനെ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് പ്രത്യേകം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് വേവിക്കണം. കൂൺ വെന്ത് വരുമ്പോഴേക്കും ആ സമയം കൊണ്ട് തേങ്ങ ഒന്ന് ചെരുകിയെടുക്കാം. കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ തേങ്ങ അത്യാവശ്യമാണ്. തോരൻ എന്ന് പറഞ്ഞാൽ അതിൽ തേങ്ങ വേണം. കൂൺ വെന്തിട്ടുണ്ടോ നോക്കട്ടെ. കൂണൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കൂൺ നന്നായി വെന്ത് വെള്ളം വറ്റിയതിനു ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂണിൻ്റെ ആ പച്ചമണം മാറിയാൽ പിന്നെ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം എരിവും ആ കുരുമുളകിൻ്റെ ഫ്ലേവറും ഒക്കെ കൂടി ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റാണ്. ചൂട് ചോറിൻ്റെ കൂടെ ഇതൊന്ന് കഴിച്ചു നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.